തമിഴ് സിനിമയിലെ സൂപ്പർ താരവും രാഷ്ട്രീയ പ്രവർത്തകനുമായ ദളപതി വിജയിയെയും അദ്ദേഹത്തോടൊപ്പം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള പ്രമുഖ നടി സമന്തയെയും നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം സമന്ത വിജയിയെ നേരിൽ സന്ദർശിച്ചിരുന്നു. ഈ സന്ദർശനത്തിന് പിന്നിലെ വിജയിയെക്കുറിച്ച് സമന്ത തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ഹൃദയസ്പർശിയായ കുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. തന്റെ സന്ദർശനത്തെക്കുറിച്ച് സമന്ത കുറിച്ചത് ഇങ്ങനെയാണ്: ഇന്ന് ചെന്നൈയിലെത്തിയപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. കാരണം ഞാൻ നമ്മുടെ മുഖ്യമന്ത്രിയെ കാണാൻ പോവുകയായിരുന്നു. വിജയ് സാർ വെറും ഒരു വെള്ളിത്തിരയിലെ നായകനായി മാത്രം ഒതുങ്ങേണ്ട ആളല്ല എന്ന് ഞാൻ എപ്പോഴും വിശ്വസിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഊർജവും ആളുകൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന രീതിയും കാണുമ്പോൾ അദ്ദേഹം ഇതിലും വലിയ എന്തൊക്കെയോ ചെയ്യാനായി ജനിച്ചവനാണെന്ന് തോന്നിയിട്ടുണ്ട്. പൂർണ്ണമായും പുതിയൊരു മേഖലയിലേക്ക് കാലെടുത്തു വെക്കാൻ കാണിക്കുന്ന അദ്ദേഹത്തിന്റെ ആ ധൈര്യമാണ് എന്നെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിക്കുന്നത്. താൻ ഇതിനകം സ്വായത്തമാക്കിയ വിജയങ്ങളെല്ലാം ഉപേക്ഷിച്ച് വെല്ലുവിളികൾ നിറഞ്ഞ വലിയൊരു പദവിയിലേക്ക് അദ്ദേഹം ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. അത് എളുപ്പമായതുകൊണ്ടല്ല, മറിച്ച് തനിക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നത് കൊണ്ടാണ്. ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ വിളിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ചുരുക്കം പേർ മാത്രമേ ആ വിളിക്ക് ഉത്തരം നൽകാറുള്ളൂ. വിജയ് സാർ തന്നെ വിശ്വസിക്കുന്നവരെ പോലും ഇനിയും അത്ഭുതപ്പെടുത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് അദ്ദേഹം വഹിക്കുന്ന സ്ഥാനത്തിന്റെ പേരിലല്ല, മറിച്ച് ആ കാര്യത്തെ അദ്ദേഹം സമീപിക്കുന്ന ആത്മാർത്ഥതയുടെ പേരിലാണ്. അദ്ദേഹത്തിന് ഈ വഴിയിൽ ഉറച്ചു നിൽക്കാൻ കരുത്തും വിവേകവും ഉണ്ടാകട്ടെ. ഒപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാ ചെറുപ്പക്കാർക്കും ഇതൊരു ഓർമ്മപ്പെടുത്തലായിരിക്കട്ടെ. നമ്മൾ കണ്ടു തുടങ്ങിയ സ്വപ്നങ്ങളെക്കാൾ എത്രയോ മനോഹരവും വലുതുമാണ് ജീവിതം. അതായത് സിനിമയിലെ വെള്ളിത്തിരയിലെ താരതിളക്കത്തിനപ്പുറം ഒരു വലിയ സാമൂഹിക ദൗത്യത്തിലേക്കുള്ള വിജയിയുടെ ഈ ചുവടുവെപ്പിനെ സമന്ത അത്രമേൽ ആദരവോടെയാണ് നോക്കിക്കാണുന്നത്. ഒരു നടൻ എന്ന നിലയിൽ മാത്രം വിജയിയെ കണ്ടിരുന്നവർക്ക് അദ്ദേഹത്തിന്റെ ഈ പുതിയ തീരുമാനവും അതിന് പിന്നിലുള്ള ആത്മാർത്ഥതയും തീർച്ചയായും പുതിയൊരു കാഴ്ചപ്പാട് നൽകുമെന്ന് ഉറപ്പാണ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ചെയ്യുക.